ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ നിമ്ന പീറ്റർ, വടക്കൻ പറവൂർ സെന്റ് തോമസ് ജാക്കോബൈറ്റ് സഭാംഗമാണ്. ജേർണി ത്രൂ ദ സാംസിന്റെ 204 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 110. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഇത് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ്. ഇതിന്റെ 1-2 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെയാണ് ദാവീദ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. യഹോവ എന്റെ കർത്താവിനോട് എന്ന് പറയുമ്പോൾ യഹോവ ദാവീദിന്റെ മിശിഹായോട് പറയുന്നതാണിത്. യഹോവ മിശിഹായോട് സംസാരിക്കുന്നത് ദൈവം ദാവീദിന് വെളിപ്പെടുത്തി കൊടുത്തു. ദാവീദ് പറയുന്നത് യഹോവ തന്റെ കർത്താവിനോട് സംസാരിക്കുന്നതായിട്ടാണ്. പിതാവായ ദൈവം പുത്രനായ ദൈവത്തോട് സംസാരിക്കുകയാണ്. തന്റെ സിംഹാസനത്തിൽ യേശുക്രിസ്തുവിന്റെ ശത്രുക്കളെ പൂർണ്ണമായി ജയിക്കും വരെ തന്റെ സിംഹാസനത്തിൽ ഇരിക്ക എന്നാണ് പറയുന്നത്. ഇത് വലിയൊരു അത്ഭുതമാണ്. ദൈവം പ്രവാചകനായ ദാവീദിലൂടെ പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തുവും തമ്മിൽ സംസാരിച്ച കാര്യം നമുക്ക് അറിയാൻ സാധിക്കുക. അത് ഒരു വലിയ അത്ഭുതകരമായ കാര്യമാണ്. 2-ാം വാക്യത്തിൽ നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും, നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. മിശിഹായുടെ അധികാരം സിയോൻ കൊണ്ട് തീരില്ല. സിയോനിന്റെ പുറത്തേക്ക് തന്റെ അധികാരത്തിന്റെ ചെങ്കോൽ നീട്ടും. ലോകത്തിലുള്ള എല്ലാ രാജാക്കന്മാരിലേക്കും രാജ്യങ്ങളിലേക്കും മിശിഹായുടെ അധികാരത്തിന്റെ ചെങ്കോൽ നീട്ടും എന്നാണ് പറയുന്നത്. 3-ാം വാക്യത്തിൽ യഹോവ ദാവീദിലൂടെ സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ ജനം യേശുക്രിസ്തുവിന്റെ വിജയം കാണുമ്പോൾ അവർ സന്തോഷത്തോടെ സ്വമേധാദാനമായിട്ട് അവരെ തന്നെ കൊടുക്കും. വിജയിച്ച മിശിഹായെ അവർ സ്തുതിക്കുകയാണ്. 4-ാം വാക്യത്തിൽ യഹോവ സത്യം ചെയ്യുകയാണ്. ഇവിടെ അത് ഒരിക്കലും മാറില്ല. പിതാവായ ദൈവം പുത്രനായ മിശിഹായോട് ചെയ്യുന്ന സത്യമാണിത്. മൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പിതാവായ ദൈവം പുത്രനായ ദൈവത്തോട് സത്യം ചെയ്ത് പറയുന്നു. ഇവിടെ ദൈവം പുതിയൊരു ക്രമം സ്ഥാപിക്കുകയാണ്. 5-ാം വാക്യത്തിൽ യഹോവയുടെ വലത്തുഭാഗത്ത് തന്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ രാജാക്കന്മാരുടെ ന്യായവിധി നടക്കുകയാണ്. 6-7 വാക്യങ്ങളിൽ മിശിഹ എല്ലാ ശത്രുക്കളുടെ മേലും എല്ലാ സാഹചര്യത്തിന്റെ മേലും വിജയിക്കുകയാണ്. മഹത്വവും ശക്തവുമായ യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു സങ്കീർത്തനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എന്നേക്കുമുള്ള ഒരു പുരോഹിതനായി സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ.